ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി താൻ ഒരുങ്ങിയതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല എന്ന് നകുലനോട് തറപ്പിച്ചു പറയുന്നു. ആ വന്നിരിക്കുന്ന പുള്ളിക്കാരിയോട് ഒരുക്കെന്ന് പറഞ്ഞുകൊണ്ട് ഈ നകുലൻ പറയുന്നു. അപ്പോൾ ജാനകി പറഞ്ഞു, ആദ്യം ഈ സ്ത്രീയെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാൻ നോക്കാൻ. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ധിക്കാരം നീ പറയുകയാണോ? ക്യാദറിന് ആരാണെന്ന് അറിയോ നിനക്ക്? മണിക്കൂറിന് ക്യാദറിന് വാങ്ങുന്ന പേയ്മെൻറ്റ് എത്രയാണെന്ന് നിനക്ക് അറിയാവുന്നൊക്കെ ചോദിക്കുമ്പം അവൾ ആരായാലും എനിക്കെന്താണെന്ന് നകുലനോട് അന്നേരം നമ്മുടെ ജാനകി പറഞ്ഞു. എൻ്റെ മുഖത്ത് ആരും തൊടില്ല എന്ന് പറയുമ്പോൾ ജാനകി എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വിളിക്കുക, എൻ്റെ സമനില തെറ്റിക്കരുത് എന്നും പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നേ. അപ്പോഴേക്കും എന്താണെന്ന് ചോദിച്ച് ഇന്ദ്രജ വന്നു. എന്താ ജാനകി, എന്താ കാര്യം? നിങ്ങളുടെ അനിയനോട് ചോദിക്കുക എന്താണെന്ന്. അപ്പം എന്താ കാര്യം? ഇവളെ ഒരുക്കാൻ ഞാൻ ക്യാദറിനെ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിയതാണെന്നും ഇവൾക്ക് മാർക്കറ്റിൽ പോകുന്ന ഈ വേഷം മതിയെന്ന് പറഞ്ഞു. ഇവൾക്ക് എന്താ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നകുലൻ ദേഷ്യപ്പെടുക. അപ്പോൾ ജാനകി ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് നകുല നിങ്ങൾ വന്നേന്ന് പറഞ്ഞ് ഇന്ദ്രജ വിളിക്കും, ഇത് ഞാൻ അംഗീകരിച്ച് കൊടുക്കില്ല എന്നും പറഞ്ഞ് നകുലൻ ഇങ്ങനെ അവിടെ കിടന്ന് പറയുന്നു. അപ്പോൾ നകുല പ്ലീസ് നീ വാന്നും പറഞ്ഞ് ഇന്ദ്രജ മാക്സിമം ഇവനെ പിടിച്ചോണ്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഇവൾക്ക് അംഗീകരിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ക്യാദറിൻ ജോലി ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. ജാനകി പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇവളെ നീ ഒരുക്കിയിട്ട് പോയാൽ മതിയെന്നും അത് ക്യാദറിൻ ചെയ്തിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നകുലൻ ക്യാദറിനോട് ദേഷ്യപ്പെടുക. നകുല നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് ഇന്ദ്രജ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക ഈ നകുലനെ. അപ്പം നകുലനും ഇന്ദ്രജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാദറിനും അതുപോലെ തന്നെ ജാനകിയും കൂടെ അവിടെ നിൽക്കുക. പെട്ടെന്ന് ജാനകി ആകെ പ്രശ്നമായല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുമി വന്നു. അയാൾക്ക് ഭ്രാന്താണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ജാനകി പറയുക. ആ സമയത്ത് എനിക്ക് ഈ ബന്ധത്തിന് നിന്ന് കൊടുക്കാനാവത്തില്ല എന്നും പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ താഴെ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്, നീ എന്ത് പറഞ്ഞ് ഇറങ്ങിപ്പോകുമെന്ന് ചോദിക്കുക. അയാളൊരു ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? നമ്മുടെ മാനേജറൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇത്രയും വലിയ സൈക്കോയാണെന്ന് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞതെന്നും എങ്ങനെ ഞാനത് ജാനകിയോട് പറയുമെന്നൊക്കെ നമ്മുടെ സുമി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് ജാനകിക്കും അറിയില്ല. അവരാകെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് അവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വന്നവരെല്ലാവരും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്ദ്രജ ഇറങ്ങി വന്നപ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പം നീലിമ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അവിടെ നിന്നൊരു പുള്ളിക്കാരിയോട് ഇന്ദ്രജ വന്ന് സംസാരിച്ചു. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് ഇങ്ങനെ നടക്കുക. ആ സമയത്ത് ഭർത്താവിനെ അന്വേഷിച്ച് പോയതായിരുന്നു ചേച്ചി. എന്നിട്ട് ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ അനിയനോട് പറഞ്ഞേക്കാനായിട്ട് ഇന്ദ്രജ പറയാം. അപ്പോൾ അവനിപ്പോൾ ശാന്തനായി കഴിഞ്ഞു. താൻ പെണ്ണിനെ കൂട്ടി വരാനായിട്ട് പറയുവാണ് ചേട്ടൻ. അപ്പോൾ അവനോട് ഒന്നുകൂടെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ ഇന്ദ്രജ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ചേട്ടൻ അനിയനോട് സംസാരിക്കാം. പെണ്ണിനെ വിളിക്കുന്നു പറഞ്ഞോണ്ട് ഈ നകുലം പറയുമ്പോൾ അതിനാ ഇന്ദ്രജി ഇപ്പം അങ്ങോട്ട് പോയേക്കുന്നതെന്ന് ചേട്ടൻ പറയുന്നു. നീ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടിയാണ് ഇന്ദ്രജിക്ക് എന്ന് പറയുമ്പം അയ്യോ ഒരു വിഷയം ഉണ്ടാവില്ല ഏട്ടാ, സമാധാനമായിട്ട് നിൽക്കേട്ടാ, ഞാനല്ലേ പറയുന്നത്, അവൾ ഇനി എവിടെ പോവാനാ, ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. പിന്നെ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിവാഹം നടത്തണം കേട്ടോ. അപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ പ്ലാനും എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നകുലം ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. ഇന്ദ്രജയും നമ്മുടെ ജാനകിയും കൂടെ നടന്നു വരുന്നത് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ നോക്കി നിന്ന് നകുലിന് വലിയൊരു ഷോക്കായി പോയത്. കാരണം ജാനകി ആ വേഷത്തിൽ തന്നെയാണ് വരുന്നത്. ഇത് കണ്ടപ്പോൾ നകുലിന് ഭയങ്കര കലിപ്പ്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുക. ആ ഒരു സമയത്ത് ജാനകിയെ തുറിച്ച് നോക്കുവാണ് നകുലൻ. ഭയങ്കര കലിപ്പിലാണ് നോക്കുന്നത്. എന്നിട്ട് ജാനകി ഇങ്ങനെ അടിമുടി നകുലൻ നോക്കുക. ഇവരുടെ നോട്ടമൊക്കെ കണ്ടപ്പോൾ ജാനകിക്ക് തന്നെ പേടിയായി. അമ്മാതിരി നോട്ടമാണ് ഇവൻ തുറിച്ച് നോക്കുന്ന ജാനകിയെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അയ്യോ ഇന്ദ്രജക്കാണെ പേടിയായി തുടങ്ങി. ദൈവമേ എല്ലാം കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടി. ഭയങ്കര കലിപ്പിച്ച് ഇവനിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ജാനകി ഇങ്ങനെ ഇന്ദ്രജയുടെ നേരെ നോക്കി. എന്താടാ നീ ആദ്യമായിട്ട് കാണുന്നത് പോലെ ജാനകിയെ നോക്കുന്നത് എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ നകുലൻ ഇങ്ങനെ തുറച്ചു നോക്കുക ഇന്ദ്രജയെ. ഇവൾ ഇനി നിന്റെ പെണ്ണല്ലേ എന്ന് ഇന്ദ്രജ ചോദിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ, നമുക്ക് അങ്ങോട്ട് പോകാം ബാ എന്നും പറഞ്ഞ് ഇന്ദ്രജി അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കും ചടങ്ങ് നടത്താൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തങ്ങ് സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ എല്ലാവരും പേടിച്ചു. എല്ലാവർക്കും ടെൻഷനായി. എന്താടി ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ജാനകിയോട് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു. നിന്നോട് ഇങ്ങനെ ഇറങ്ങി വരാനാണോടി ഞാൻ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ എല്ലാവരും പേടിയോടെ ഇങ്ങനെ നോക്കുക കേട്ടോ. ജാനകിക്കും ആകെ ടെൻഷനായി. നേരെ ക്യാദറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇവളെ ഒരുക്കാൻ വന്ന നീ എന്തെടുക്കുമായിരുന്നടി എന്നും ചോദിച്ചുകൊണ്ട് ക്യാദറിനോട് നകുലൻ ദേഷ്യപ്പെടുക. ഞാൻ പിന്നെ എന്തിനാടി നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചേന്നൊക്കെ ചോദിച്ചു. ഇവളെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞതുപോലെ ഒരുക്കി കൊണ്ടുപാടിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ക്യാദറിനോട് ഈ നകുലൻ ദേഷ്യപ്പെടുമ്പം താൻ എന്താടോ എന്നെ വിളിച്ചത്, എടിയെന്നോ? നീ ഒരു സൈക്കോയാണെന്ന് വെച്ച് എന്തും പറയാമെന്നാണോ എന്ന് ഈ ചേച്ചി, അതായത് ഈ വന്ന ക്യാദറിൻ
പരസ്യമായിട്ട് അങ്ങ് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തമ്പുരാനെ എല്ലാവരും ഞെട്ടി. നമ്മുടെ ജാനകി ഒച്ചത്തിൽ ഞെട്ടിയെന്ന് തന്നെ പറയാം. ഇന്ദ്രജയുടെ ഒക്കെ സകല പ്ലാനും പൊളിഞ്ഞു. നിന്റെ രോഗം മറച്ചു വെച്ചിട്ടല്ലേ ഒരു പാവം പെണ്ണിനെ കൊണ്ട് നിന്റെ വിവാഹം നിന്റെ വീട്ടുകാർ നടത്തിക്കാൻ പോകണമെന്നൊക്കെ ആ പെണ്ണ് അവിടെ നിന്ന് ഒച്ചയ്ക്ക് ഇങ്ങ് വിളിച്ചു പറയാം. ജാനകി ഇതൊക്കെ കേട്ടോ വണ്ടടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. നകുലൻ എല്ലാം മിണ്ടാണ്ട് നിന്നും ഇങ്ങനെ കേൾക്കുക. കയ്യിൽ നിന്ന് പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇന്ദ്രജിക്ക് മനസ്സിലായി. അപ്പോഴേക്ക് ക്യാദർ, എടി കൊച്ചേ, ഇവൻ വലിയ സൈക്കോയാ, നീ ഇതിന് നിന്ന് കൊടുത്താ ഇവൻ നിന്നെ കൊല്ലും, നീ നോക്കിക്കോളാനായിട്ട് ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് ജാനകി നടുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം കൈവിട്ട് പോയി, എല്ലാം തൊലഞ്ഞെന്ന് മനസ്സിലാക്കി ഇങ്ങനെ നമ്മുടെ ഇന്ദ്രജ നിൽക്കുമ്പം ക്യാദറൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ച് തരാടാന്നും പറഞ്ഞ് ക്യാദറൻ അവിടെ നിന്ന് അങ്ങ് പോയി. ക്യാദറൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നകുലൻ ഇങ്ങനെ ഭയങ്കര കാലിപ്പിൽ എന്തൊക്കെയോ ഭ്രാന്ത് കാണിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ജാനകി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുമ്പം ആ പുള്ളിക്കാരി ചുമ്മാ പറഞ്ഞ നീ അതൊന്നും കാര്യമാക്കണമെന്ന് പറഞ്ഞ് ഇന്ദ്രജ നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോഴേക്കും നോ, ഞാൻ പറഞ്ഞതുപോലെ ഒരുങ്ങിയിട്ട് നിശ്ചയം നടന്നാൽ മതി, അല്ലെങ്കിൽ നടത്തിയാൽ മതി എന്ന് ഈ നകുലൻ പറയുമ്പോൾ ആരുടെ നിശ്ചയമാണെന്ന് ജാനകി നകുലനോട് ചോദിച്ചു. പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കി ഇവർക്ക്. അപ്പം നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് ജാനകി ഇവൻ്റെ മുഖത്ത് നോക്കി പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ദ്രജിക്ക് മനസ്സിലായി ഇനി കാര്യമൊന്നും നടക്കില്ല, എല്ലാം കൈവിട്ട് പോയെന്ന്. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടിയെന്നും നമ്മുടെ ജാനകി ഇവരോട് പറഞ്ഞു. എന്നിട്ട് ജാനകി ഇന്ദ്രജിയോട്, ഇതായിരുന്നല്ലേ നിങ്ങളുടെ പ്ലാനിങ്, ഇതിനു വേണ്ടിയായിരുന്നു നിങ്ങൾ എന്നെ വേഷം കെട്ടിച്ചതല്ലേ, ആദ്യം ഇയാളെ കൊണ്ടുപോയി ചികിത്സിക്കുക, അല്ലാതെ പാവം പെൺകുട്ടികളെ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയല്ല വേണ്ടതെന്ന് നമ്മുടെ ജാനകി പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്കും ഇന്ദ്രജ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നീ വെറുതെ ഇറങ്ങി പോകരുതെന്ന് ഇന്ദ്രജ ജാനകിയോട് പറയുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ജാനകി പുള്ളിക്കാരോട് ചോദിച്ചു. ഇയാൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഹോമിച്ച് കളയണമെന്ന് ജാനകി ഇന്ദ്രജിയോട് ചോദിക്കുക. അങ്ങനെ ജാനകി അവരുടെ മുഖത്ത് നോക്കി നല്ല പെമ്പിള്ളേരെ പോലെ നിന്ന് സംസാരിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇവന് ഭ്രാന്തളകി. എന്നെ വീട്, ഇന്ന് ഞാൻ അവളെ കൊല്ലൂ, എന്നെ വീട്, ഇന്ന് ഞാൻ അവളെ കൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ പിന്നാലെ പോകാൻ നോക്കുക. അപ്പോഴത്തേക്കും സ്വന്തം ചേട്ടനും വെല്ലിച്ചൻ്റെ ചേട്ടനും കൂടെ പിടിച്ചങ്ങ് നിർത്തുകയാണ് ഇവനെ. ജാനകി ജാനകി എന്നും പറഞ്ഞു അവനോട് കിടന്ന് കാറി പോവുക. അപ്പോഴത്തേക്ക് ഇന്ദ്രജിക്ക് ഭയങ്കര കലിപ്പ്. അങ്ങനെ കലിപ്പ് കയറി ഇന്ദ്രജ നിൽക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെ തന്നെ ജാനകി ഇതെല്ലാം അഭിയെ പറഞ്ഞേപ്പിച്ചാണല്ലോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം, എന്തുകൊണ്ട് ഈ വിവരങ്ങൾ നീ എന്നോട് പറഞ്ഞില്ല? അതെനിക്കറിയണം. അച്ഛനെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. നിന്റെ സ്പോൺസർ അച്ഛനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് നീ പോലും അറിഞ്ഞത്. ശരിയല്ലേ? ഇതിൽ നിനക്ക് ഒളിച്ചു വെക്കാനും മാത്രം എന്ത് രഹസ്യം ഉള്ളത്? വിവാഹത്തിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ ജാനകിക്ക് ഇതിനോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതിന് വീണ്ടും നകുലനായിട്ട് വരേണ്ടി വന്നില്ലേന്നും അഭി ചോദിക്കുക. നകുലൻ വരില്ല എന്ന് കരുതിയാണോ നീ പറയാതിരുന്നതെന്നൊക്കെ ജാനകിയോട് അഭി ചോദിക്കുമ്പം അഭിയേട്ടന് എന്നോടുണ്ടായ ഇഷ്ടം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നോട്ട് പോയത് എനിക്ക് ആദ്യം ഉണ്ടായ ഈ ഒരു ദുരനുഭവം ഓർത്തിട്ടാണെന്ന് ജാനകി പറയാം. സത്യത്തിൽ വീണ്ടും എനിക്കത് കേട്ടപ്പോൾ ഞെട്ടലാണ് ഉണ്ടായത്. നകുലനും അഭിറാമും ഞാൻ ജോലിക്ക് വന്ന 2 കമ്പനിയിലെ CEOs ആയിരുന്നു. ഒരിടത്ത് അർജുനാണെങ്കിൽ മറ്റൊരിടത്ത് MD സൂര്യനാരായണനായിരുന്നു എന്നും പറഞ്ഞു. എൻ്റെ വിധി ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് ജാനകി ഇങ്ങനെ പറയുമ്പോൾ അഭി ഒന്ന് ചിരിച്ചു. നകുലനെ പോലെയാണ് അഭിറാമെന്ന് നീ കരുതിയല്ലേ എന്ന് ചോദിച്ചു. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയായി പോയില്ലേ എൻ്റേത്. അപ്പം പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ലീവ് എടുത്തുവെന്നും ജാനകി പറയുക. അങ്ങനെ അന്ന് നടന്ന കാര്യവും പറയുവാണ്. നകുലനെ പോലെ അഭിറാമും എന്നെ തേടി വരുമെന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നുവെന്നും അത് തന്നെ സംഭവിച്ചുവെന്നും പറയുക. അതിനുശേഷം പിന്നെ നമ്മുടെ അച്ഛൻ ജാനകിയെ കാണാനായിട്ട് ചെന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു, അച്ഛനും അമ്മയും കൂടി. എന്നിട്ട് ജാനകിയെ ചെന്ന് കണ്ട് ഇവർ രണ്ടുപേരുടെ സംസാരിക്കുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങളും കൂടെ പറയുക. അപ്പോൾ ജാനകിയെ കണ്ടപ്പോഴത്തേക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യ അച്ഛൻ ജാനകിയുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നു. ആ ഒരു സമയത്ത് ജാനകി പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇവരുടെ സ്വഭാവം എന്താണെന്ന് കൃത്യം അറിയാത്തത് കൊണ്ട്. ജാനകിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുമ്പം എല്ലാം അമ്മയോട് മോള് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് പറയാനുള്ളത് എന്നോട് മാത്രം പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് മാറി നിന്നത് എന്ന് പ്രഭാവതി അന്ന് ചോദിക്കുമ്പം അല്ല, ജാനകിക്ക് പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിലും അത് പ്രഭ മാത്രം കേട്ടാൽ മതി എന്ന് എനിക്ക് തോന്നി എന്ന് സൂര്യ പറയാം. അപ്പം സാറ് കൂടി അത് അറിയേണ്ടതായിരുന്നു എന്ന് പറയുമ്പം അല്ല, പ്രഭ അറിഞ്ഞാൽ അത് ഞാൻ അറിയാതിരിക്കുമോ മോളെ എന്ന് അച്ഛൻ ജാനകിയോടന്ന് ചോദിച്ചു. അഭി ജാനകിയെ ഇഷ്ടപ്പെട്ടതുപോലെ ജാനകി ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ സിയുടെ അനിയനും വിവാഹാലോചനയായിട്ട് വന്നിരുന്നു എന്നുള്ള കാര്യം അമ്മ ഇങ്ങനെ സൂര്യയോട് പറയാം. അപ്പോൾ സൂര്യക്ക് ഇതൊക്കെ അറിയാമല്ലോ, പക്ഷെ അത് ഇവർക്കറിയില്ലല്ലോ. വിവാഹ നിശ്ചയ സമയത്ത്
അവനൊരു മാനസിക രോഗിയാണ് എന്നറിഞ്ഞ് ചടങ്ങിൽ നിന്ന് ജാനകി ഇറങ്ങി പോവുകയാണ് ചെയ്തതെന്നും അതാണ് ജാനകി പറഞ്ഞതെന്നുള്ള കാര്യങ്ങളും പ്രഭാവതി ഇങ്ങനെ ജാനകിയുടെ കേൾക്കെ തന്നെ സൂര്യയോട് പറയുമ്പോൾ, അല്ല അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, വിവാഹ നിശ്ചയമല്ല, വിവാഹം വരെ മുടങ്ങാറില്ലേ മോളെ എന്ന് അച്ഛൻ അന്ന് ജാനകിയോട് ചോദിച്ചിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങനെ പറ്റിയ ഒരു വിവാഹമൊക്കെ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഈ ഒരു കാര്യം കൊണ്ടാണോ ഞങ്ങളുടെ മോൻ്റെ ആഗ്രഹം അറിഞ്ഞ് മോൾ ഓഫീസിൽ പോകാതെ ഇവിടെ വന്ന് കഴിയുന്നതെന്നും സൂര്യ ചോദിക്കുമ്പോൾ, എനിക്ക് പേടിയാണെന്ന് ജാനകി അന്ന് അച്ഛനോട് പറയുക. അപ്പോൾ അവരിങ്ങനെ ചിരിയോടെ അത് നേരിടുന്നത്. അപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹമേ വേണ്ട എന്ന് തീരുമാനം എടുത്തവളാണ് ഞാനെന്നും ഇനി അങ്ങനെ പറ്റുള്ളൂ എന്നും ജാനകി പറയുമ്പോൾ, അങ്ങനെയൊന്നും മോൾ ഒരിക്കലും പറയരുത് കേട്ടോ. നിന്നെ സ്വന്തമാക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ മോനും മോളെപ്പോലെ തന്നെ ഒരു തീരുമാനം അങ്ങ് എടുത്തേക്കും എന്ന കാര്യം അച്ഛൻ ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു. ഞങ്ങളുടെ ആദ്യ സന്തതിയാ കേട്ടോ അബി എന്നൊക്കെ അദ്ദേഹം പറയാം. അപ്പോൾ മോൾ ആരെ ഈ പേടിക്കുന്നത്? ആ കൂട്ടരൊക്കെ അവരുടെ വഴിക്ക് പോയില്ലേ എന്ന് പ്രഭാവതി എന്ന് ചോദിച്ചു. മോളെ ആരും ഇന്നുവരെ അന്വേഷിച്ചു വന്നിട്ടും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അതുകൊണ്ട് തന്നെ മോള് അതൊന്നും ചിന്തിക്കേണ്ടാന്നു. മോളെ നിന്റെ മനസ്സിലെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ നീ അതങ്ങ് മറന്നേക്കാൻ പറഞ്ഞു അച്ഛൻ. അല്ല പറയുന്നത് പ്രശംസയാണെന്നുള്ളത് മോള് കരുതരുത് കേട്ടോ. നീ വന്ന് കയറുന്നത് വലിയൊരു വീട്ടിലേക്കാണെന്ന് നീ മറക്കരുത്. അവിടെ നിനക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, 3 സഹോദരങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്കെല്ലാം നീ ഒരു ഏട്ടത്തി അമ്മയാകുമെന്നും പിന്നെ അളകാപുരയിൽ ആദ്യത്തെ മരുമകളായി മാറുമെന്ന കാര്യവും അദ്ദേഹം നമ്മുടെ ജാനകിയോട് പറഞ്ഞു. പിന്നെ അല്ല നിനക്ക് ജാനകി എന്ന് പേരിട്ടത് ആരാണെങ്കിലും അയാളെ ഓർത്ത് ഞാനിന്ന് അഭിമാനിക്കുകയാണെന്നും രാമനും സീതയും. അല്ല പ്രഭേ എന്നിങ്ങനെ പ്രഭാവതിയോട് അന്ന് നമ്മുടെ അച്ഛൻ ചോദിച്ചു. അച്ഛൻ തന്നെ പേരിട്ടത്, പക്ഷേ അതൊന്നും അദ്ദേഹം ഇവിടെ പറയുന്നില്ല. എന്തൊക്കെ പറയാമെങ്കിലും ഞാനൊരു അനാഥയല്ലേ എന്ന് ജാനകി ചോദിച്ചന്നേരം. ഞാൻ അർഹിക്കുന്നതൊന്നും അല്ല ഇതൊന്നും എന്നൊക്കെ ഇങ്ങനെ ജാനകി പറഞ്ഞിട്ട് സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക അവരുടെ അടുത്ത്. അപ്പോഴും അച്ഛൻ ചിരിച്ചു. ഒരനുഭവം കൊണ്ട് ഞാനത് മനസ്സിലാക്കിയതാണെന്ന കാര്യങ്ങളും ആ സമയത്ത് ജാനകി ഇങ്ങനെ പറഞ്ഞു. എനിക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല, എനിക്കതൊന്നും വേണ്ട എന്നൊക്കെ ജാനകി ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർക്കും ഭയങ്കര വിഷമം. ഭാഗ്യം തേടി പോയ സങ്കടം മാത്രമേ മിച്ചം ഉണ്ടാവുകയുള്ളൂ എന്ന് ജാനകി എന്ന അച്ഛനോടും അമ്മയോടും പറഞ്ഞു. പിന്നെ സാർ എന്നോട് പൊറുക്കണം, എനിക്കിതിന് സമ്മതമല്ല എന്ന് പറയുമ്പം, അല്ല നിൻ്റെ ഈ വാക്കുകളെ അതൊരിക്കലും എനിക്ക് പൊറുക്കാനാവുന്നതല്ല എന്ന് അദ്ദേഹം പറയാം. സൂര്യനാരായണനെ ഒരു വിഡ്ഢിയൊന്നും അല്ല കുട്ടി, അത് കുട്ടി മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞു. നീ എൻ്റെ ഓഫീസിലെ സ്റ്റാഫായി വന്നപ്പോൾ മുതൽ നിന്നെ ഞാൻ പഠിക്കുകയായിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയുക. അബി നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ നിന്നെ എൻ്റെ മരുമകളായി ഞാൻ കണ്ടു കഴിഞ്ഞുവെന്നും അദ്ദേഹം ഇങ്ങനെ ജാനകിയോട് പറയുക. അതൊക്കെ കേട്ട് ജാനകി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അല്ല ഒരു സൈക്കോയുമായിട്ടുള്ള വിവാഹം മുടങ്ങിയതിൻ്റെ പേരിൽ നീ ഇങ്ങനെ ഭയപ്പെട്ടൊന്നും കഴിയേണ്ട കാര്യമില്ല, ഇങ്ങനെ കഴിയുകയും ചെയ്യരുത്, അത് വിഡ്ഢിത്തരമാണ്. ആദ്യം നിന്നെ പിന്തുടരുന്ന ഭയമാണ് നീ ഇല്ലാണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ജാനകിയോട് പറഞ്ഞു. നീ ഇത് മനസ്സിൽ കൊണ്ട് നടക്കരുതെന്നും ഇനി ഇതിനെപ്പറ്റി നീ ചിന്തിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, മോളുടെ ഓർഫനേജിൽ നിന്ന് ജോലി തേടി സൂര്യപ്രഭയിൽ വന്നവളാണ്, അതല്ലാതെ മറ്റൊന്നും നിന്റെ മനസ്സിലില്ല, മറ്റൊന്നും വേണ്ട, കഴിഞ്ഞതൊന്നും ഇനി ആരോട് പറയുകയും വേണ്ട. മോളെ നോക്ക്, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജാനകിയുടെ കൈ പിടിച്ചിങ്ങനെ അദ്ദേഹം ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുന്നു. അന്നേരത്തേക്കും ജാനകിക്ക് പെട്ടെന്നൊരു റിലീഫ് കിട്ടിയതുപോലെ ജാനകിക്ക് തോന്നിയത്. ആ സമയത്ത് ജാനകി ഇങ്ങനെ നമ്മുടെ സൂര്യയുടെ കൈ പിടിക്കാം. അലസിപ്പോയൊരു വിവാഹ നിശ്ചയത്തെ ഇനി മുതൽ നീ ഓർക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അത് നീ ആരോടും പറയാനും പോവണ്ട. നോക്ക്, അബി പോലും അതറിയാൻ പാടില്ല എന്നും അച്ഛൻ അന്ന് ജാനകിയോട് പറഞ്ഞത് ജാനകി ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഇതും കൊണ്ട് ഒരിക്കലും ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്നോടുള്ള അവൻ്റെ ഇഷ്ടം അത് കുറയാനും പോകുന്നില്ല. പക്ഷേ നോക്ക്, നീ എനിക്ക് വാക്ക് തരാതിരുന്നാൽ എൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും അത് മാഞ്ഞു പോകില്ല എന്നും വേരോടെ ആ നടുക്കുന്ന പേടിപ്പെടുത്തലുകൾ എനിക്ക് നിന്നിൽ നിന്നും വലിച്ചെറിയുകയും വേണമെന്നും അച്ഛൻ ജാനകിയോട് പറയാം. മോള് സത്യം പറ, സത്യമെന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് അച്ഛൻ സത്യം ചെയ്യിച്ചു ജാനകിയെ കൊണ്ട്. അങ്ങനെ ആ ഒരു വിവാഹം അവരുറപ്പിച്ചത്. അങ്ങനെയുള്ള കാര്യം. പിന്നെ അച്ഛ അമ്മ എന്നല്ലാണ്ട് ഇനി നീ ഞങ്ങൾ മറ്റും സാറേന്നൊന്നും വിളിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇനി നിനക്ക് മനസ്സ് തുറന്നു തന്നെ ഞങ്ങളെ അച്ചായെന്നും അമ്മയെന്നും വിളിക്കാമെന്നും പ്രഭാവതിയും ജാനകിയോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ജാനകി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ നെഞ്ചോട് ചേർത്തു ജാനകി. ആ ഒരു നിമിഷം അത് നമ്മുടെ ജാനകി പറഞ്ഞു. നോക്ക്, അച്ഛൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചില്ലായിരുന്നെങ്കിൽ വിവാഹത്തിന് മുൻപ് എൻ്റെ ഇന്നലകൾ അബിയേട്ടനോട് ഞാൻ പറയുമായിരുന്നു എന്ന് ജാനകി പറയുക അബിയോട്. അപ്പോൾ അത് കേട്ടപ്പോൾ അബിക്ക് കൂടുതൽ പ്രൗഡാണ് തോന്നിയത്. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും നകുലൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല, പിന്നെ ഞാനെന്തിനു ഭയക്കണമെന്നും ജാനകി അബിയോട് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ അബിക്ക് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി കാത്തിരുന്നവളൊന്നും അല്ല ഞാൻ.
ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് ഏത് വിധേനയും കടന്നു കയറാൻ ആഗ്രഹിക്കുന്നവരെ പോലെ ഇന്നലകളെ ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യവും എനിക്കില്ല എന്നും ജാനകി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പം അങ്ങനെ കേട്ടപ്പോൾ നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ. പിന്നെ ഞാനെന്നല്ല, ഇത് കേൾക്കുന്ന ആരും അതൊന്നും ചോദിച്ചു പോവുകയില്ല എന്നും പറഞ്ഞു. അതിലെന്തെങ്കിലും തെറ്റ് നിനക്ക് പറയാനുണ്ടോ? അഭിയേട്ടൻ എന്നെ സംശയിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്നും അഭിയേട്ടൻ ചോദിച്ചത് ന്യായമായ സംശയങ്ങൾ മാത്രമാണ്, അതെനിക്കും അറിയാവുന്നതാണെന്ന് ജാനകി അഭിയോട് പറഞ്ഞു. പിന്നെ ജാനകിയുടെ മനസ്സിൽ ആ ചിന്ത ഒരിക്കലും വന്നു പോകരുത് എന്ന് അച്ഛൻ കരുതിയിരുന്നത് തന്നെയാണ് തന്നെ കൊണ്ട് മനസ്സിൽ അച്ഛൻ അത് ഒളിപ്പിച്ചു വെച്ചത്, അല്ലെങ്കിൽ അത് പലതും അച്ഛൻ മനസ്സിൽ ഒതുക്കാൻ പഠിച്ചത്. അത് ജാനകിയിലും അച്ഛൻ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ് അഭി ഇങ്ങനെ പറഞ്ഞു. ജാനകിയുടെ ജീവിതത്തിലെ ബാക്ക് സ്റ്റോറി ആയിട്ടുണ്ടാകുന്ന ഒരു വലിയ രഹസ്യം ഇങ്ങനെ നിലനിൽപ്പുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഒറ്റയ്ക്ക് നിന്ന് നേരിടാനുള്ള ഒരു മനക്കരുത്തുള്ള ഒരു പെണ്ണിന് അതൊക്കെ നിഷ്പ്രയാസം നേരിടാൻ കഴിയുമെന്നും ജാനകിയോട് അഭി പറയൂ കേട്ടോ. മാനസിക വൈകല്യമുള്ള നകുലന് കുലം നോക്കിയൊരു പെണ്ണിനെ കിട്ടില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവൻ നിന്നെ കണ്ട് സ്നേഹിക്കുകയും ചെയ്തു. അപ്പോൾ നിന്നെ കൂടുതൽ മനസ്സിലാക്കുകയും കൂടെ ചെയ്തപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. അതുതന്നെയാണ് സത്യമെന്നും അഭി ജാനകിയോട് പറയുക. അങ്ങനെ ജാനകിയും അഭിയും തമ്മിൽ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളൊരു സംസാരിക്കണം. അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ ഇന്ദ്രജയുടെ ഹസ്ബൻഡ് അർജുൻ മരിച്ചുപോയ കാര്യങ്ങളൊക്കെ അഭി പറയും. അപ്പോൾ അഭിയേട്ടൻ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഭർത്താവ് അർജുൻ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യവും കമ്പനി MD ഇപ്പോൾ ഇന്ദ്രജയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. കണ്ടാൽ അറിയാം അവരൊരു വിഷം മുറ്റിയ ഇനമാണ് എന്നുള്ളത്. അഭിയേട്ടൻ ആരാണെന്ന് അറിഞ്ഞു വന്ന നിലയ്ക്ക് എന്നെപ്പറ്റി സംസാരം ഉണ്ടാകുമല്ലോ എന്ന് ജാനകി ചോദിക്കുമ്പം ജാനകി എൻ്റെ ഭാര്യയാണെന്ന് അവർ ഭാവിച്ചത് കൂടിയില്ല എന്നും അവർ സംസാരിച്ചത് അത്രയും നകുലൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞ ഒരു പെണ്ണിനെ പറ്റിയാണെന്നുള്ള കാര്യവും അഭി പറയുന്നു. പേര് പറയാതെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ചെറിയൊരു സംസാരമായിരുന്നു അതൊന്നും അഭി ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു. അവൾ നിന്റെ ഭാര്യയാണ് എന്നുള്ളത്. അത് കേട്ട് ജാനകി ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.